ഇന്നാണ് നിദ്രയുടെ മൈലാഞ്ചി കല്യാണം. മൈലാഞ്ചി ഇടാൻ വേണ്ടി മെഹന്തി ആർട്ടിസ്റ്റ് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അബി ജനനിയെ വിളിച്ച് നിദ്രയുടെ വീടിന് തൊട്ടുമുന്നത്തെ ജംഗ്ഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് ഒരുമിച്ച് പോവാം എന്നായിരുന്നു അബി അവളോട് പറഞ്ഞത്. അബി ബസ് ഇറങ്ങിയതും ജനനി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജനനി ചെറുപ്പുഞ്ചിരിയാലെ അബിയുടെ അരികിലേക്ക് നടന്നു. അബി ജനനിയെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. മസ്റ്റേർഡ് യെല്ലോ കളറിലുള്ള ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. കൊച്ചു കള്ളി, നിഖിലേട്ടന് മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി സുന്ദരിയായി വന്നതാണല്ലേ. ഇതിപ്പോൾ നീ എന്നെ സൈഡാക്കി കളഞ്ഞല്ലോ. സാരല്ല, ഒരു നല്ല കാര്യത്തിനല്ലേ. വാ നടക്കാം. അതെ, ജനനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ എൻ്റെ വല്യമ്മാവൻ്റെ ചെറിയ മോള്, പേര് ജനനി. അതിനി മാറ്റി പറയാൻ നിൽക്കണ്ട. പിന്നെ മുഴുവൻ നേരവും നിഖിലേട്ടനെ വായി നോക്കി ആൾക്ക് സംശയം തോന്നുന്ന രീതിയിലേ കൊണ്ടെത്തിക്കരുത്. അബി പറയുന്നതൊക്കെയും കേട്ട് ജനനി തലയനക്കി. ഇരുവരും നിദ്രയുടെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. അല്ല ജനനി, ചോദിക്കാൻ വിട്ടു, നീ എവിടെയാ താമസം? അത് പിന്നെ ഞാനിവിടെ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ദുബായിലാണ്, ഞാനും അവിടെ ആയിരുന്നു. ഞാനേ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളായി. ഓ, അപ്പോൾ വലിയ കൊമ്പത്തെയാണല്ലേ. അത് നന്നായി. തൻ്റെ അച്ഛനെ ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? കാരണം നിഖിലേട്ടനൊരു ബസ് ഡ്രൈവർ ആണല്ലോ. സമ്മതിക്കും. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എൻ്റെ ഇഷ്ടമാണ് വലുത്. ജനനി അത്രയും പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു വേറിട്ട ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് കേട്ട അബി ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ പതിയെ ചിരിച്ചു. ആ, അങ്ങനെയാണെങ്കിൽ നിഖിലേട്ടൻ രക്ഷപ്പെട്ടു, അവൾ കളിയോടെ പറഞ്ഞു. ഇരുവരും സംസാരിച്ചുകൊണ്ട് ഇടവഴിയിലൂടെ നടന്നു. നടത്തത്തിനിടയിൽ തണുത്ത കാറ്റ് പതിയെ വീശുന്നുണ്ടായിരുന്നു. വഴിയരികിലെ വീടുകളിൽ നിന്നും ടിവിയുടെ ശബ്ദവും കുട്ടികളുടെ കളിച്ചിരികളും കേൾക്കാം. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. നടത്തത്തിനിടയിൽ ജനനി ചിരിയോടെ പറഞ്ഞു. നീയേ ഡെലൂലുക്ക് പഠിക്കാതെ പെട്ടെന്ന് നടക്കാൻ നോക്കണ്ട ജനനി. ഈ നേരത്തെ ഡെലൂലുകൾ അളഞ്ഞ് നടക്കാറുണ്ടെന്നേ നിദ്ര പറയുന്നത് കേട്ടിട്ടുണ്ട്. അബി അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. മനുഷ്യനെ പേടിപ്പിക്കാതെ അബി. ജനനി കണ്ണു കൂർപ്പിച്ചു. അബി അത് കണ്ട് ഉറക്കെ ചിരിച്ചു. നിഖിലേട്ടന് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായോ? അബിയുടെ ആ ചോദ്യം കേട്ടതും ജനനിയുടെ നടപ്പൊന്ന് മന്ദമായി. അവളുടെ കണ്ണുകളിൽ അറിയാതെ ഒരു തിളക്കം നിറഞ്ഞു. ആദ്യമായി കണ്ടപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല, അവൾ പതിയെ പറഞ്ഞു. പക്ഷേ ആ സ്വഭാവം, സംസാരം, എല്ലാവരോടും കാണിക്കുന്ന കരുതൽ, അതൊക്കെയാ ഇഷ്ടമായി തുടങ്ങിയത്. അബി അവളെ നോക്കി ചിരിച്ചു. ആഹാ, ആളെക്കുറിച്ച് നല്ല റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലോ. ഒന്ന് പോടി. ജനനി നാണിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ചെറുതായി അടിച്ചു. ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇരുവരും മുന്നോട്ട് നടന്നു. അവരുടെ ആ കളിച്ചിരികൾക്കിടയിൽ അവർ നിദ്രയുടെ വീടിൻ്റെ മുന്നിലെത്തി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നതിനിടെ ജനനി അവിടെ ചുറ്റും നോക്കി. അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിഖിലിനെ തിരയുന്നുണ്ടായിരുന്നു. മാധവി ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അബി, ഇതാരാ, മനസ്സിലായില്ലല്ലോ? മാധവി ജനനിയെ ചൂണ്ടിക്കൊണ്ട് അബിയോട് ചോദിച്ചു. അമ്മ, ഇത് ജനനി, എൻ്റെ മാമൻ്റെ മോളാ. അവള് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവള് അവിടെ ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ കൂടെ കൂട്ടിയതാ. ആഹാ, അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ നിത്തുവിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയാൽ മതി. മാധവി പറഞ്ഞതും ജനനി അബിയെ ഒന്ന് നോക്കി. അതത്രേ ഉള്ളൂ. അമ്മ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. അബി അത് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നേരത്തെ നിന്നിടത്ത് ജനനിയില്ല. ഇവളിതെവിടെ പോയി എന്ന പോലെ അബി തിരിഞ്ഞു നോക്കിയപ്പോൾ മാധവിയുടെ കാല് തൊട്ട് വണങ്ങുന്ന ജനനി. മാധവി അവളെ എഴുന്നേൽപ്പിച്ച് സ്നേഹത്തോടെ നെറുകയിൽ തലോടി. നിത്തു, ദേ ഇതാരാ വന്നേന്ന് നോക്കിയേ, മാധവി അതിനിടയിൽ വിളിച്ചു പറഞ്ഞു. വേണ്ടമ്മേ, ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. എന്നാ നിങ്ങൾ ചെല്ലും മക്കളെ, ഞാനേ നമ്മുടെ സരുവിനൊന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് മാധവി സരളയുടെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. എൻ്റെ ജനനി ഓവറാക്കി ചളാക്കി കോളാക്കണ്ട. അബി അതും പറഞ്ഞ് വീടിനകത്തേക്ക് നടന്നു. കൂടെ ജനനിയും. ഇരുവരും വരാന്തയിൽ കാലെടുത്ത് വെച്ചതും
മുന്നിൽ നിഖില് നിൽക്കുന്നു. അവനെ മുന്നിൽ കണ്ടപ്പോൾ ജനനിയിലൂടെ ഒരുതരം വിറയൽ കടന്നുപോയി. 4-5 ദിവസമായി ആളെ കണ്ടിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാ. പക്ഷെ മുന്നിൽ കണ്ടപ്പോൾ ആ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ല. നിഖിലിൻ്റെ നോട്ടം ജനനിക്ക് നേരെ നീണ്ടതും അവൾ ഒരു തരം വെപ്രാളത്തോടെ നോട്ടം മാറ്റി. ആരാ അഭിരാമിത്? ജനനിയെ നോക്കിക്കൊണ്ട് നിഖിൽ ചോദിച്ചു. എൻ്റെ മാമൻ്റെ മോളായിട്ടാ ജനനി. എന്നാ ഞങ്ങൾ നിദ്രയെ കാണട്ടെ, വാ ജനനി. അഭിക്കും അവന് മുന്നിൽ നിൽക്കാൻ നേരിയ പേടിയുണ്ടായിരുന്നു. അവൾ വേഗത്തിൽ എസ്കേപ്പ് ആവാൻ നോക്കി. അവൻ ഒന്നമർത്തി മൂളിയതും അഭി ജനനിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. അതിനിടയിൽ കൂടി ജനനി ഒന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം നിഖിൽ തന്റെ ഷർട്ടിന്റെ കൈ മുട്ടുവരെ മടക്കി മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നീട് തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോയി. അഭിയും ജനനിയും അകത്തേക്ക് വന്നതും നിദ്രയുടെ കയ്യിൽ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അഭിയെ കണ്ടതും നിദ്രയുടെ കണ്ണുകൾ വിടർന്നു. അഭി, നീ എന്താ ഇത്രയും വൈകിയേ? വാ ഇവിടെ ഇരിക്ക്, നിദ്ര അഭിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനിടയിൽ നിദ്രയുടെ നോട്ടം ജനനിയിൽ എത്തി നിന്നു. അഭി, ഇതാരാ? നിദ്ര ചോദിച്ചു. അഭി ഒന്ന് ചിരിച്ചു. ജനനിയിലേക്ക് ഒരു നോക്ക്, തിരിച്ചു പിന്നെ നിദ്രയെ നോക്കി. ഇവളോ? എൻ്റെ വല്യമാവൻ്റെ ചെറിയ മോളാണ് ജനനി. ഓ അതെയോ എന്ന പോലെ നിദ്ര ജനനിയെ നോക്കിയപ്പോൾ ജനനി നിദ്രയെ നോക്കി ചിരിച്ചു. തിരികെ നിദ്രയും. നിദ്ര അവളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. ജനനി നിദ്രയുടെ അരികിൽ വന്നിരുന്നു. മെഹന്തി ഡിസൈൻ നോക്കിയിരുന്നു. കൊള്ളാവോ? നിദ്ര അവളോട് ചോദിച്ചു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ജനനി മറുപടി പറഞ്ഞു. നിത്തു, നിന്റെ ഡോക്ടർ വിളിച്ചില്ലേ? നിങ്ങളുടെ പിണക്കം തീർന്നോ? അഭിയാണ് ചോദിച്ചത്. വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ദേ ഇപ്പോഴും വിളിച്ചിരുന്നു. എൻ്റെ പിണക്കം അങ്ങനെയൊന്നും തീരില്ല. കുറച്ച് വിഷമിക്കട്ടെ. ഞാനും അന്ന് ഒരുപാട് വിഷമിച്ചല്ലേ. ആണോ? ആ അതൊക്കെ പോട്ടെ. അന്നത്തെ രാത്രിയിലെ സംഭവം നീ മുഴുവനും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് പുള്ളി നിനക്ക് കിസ് തന്നു? അഭി അറിയാനുള്ള ത്വര കൊണ്ട് ചോദിച്ചു. തൊട്ടരികിൽ ജനനിയും മെഹന്തി ആർട്ടിസ്റ്റും ഉണ്ടെന്നതുപോലും അവൾ ചിന്തിച്ചില്ല. നിദ്ര അവളെ നോക്കി കണ്ണുരുട്ടി. അഭിയും നിദ്രയും തമ്മിൽ സംസാരിക്കുമ്പോൾ താനൊരു തടസ്സമാവരുത് എന്ന് കരുതി ജനനി വീടൊക്കെ കണ്ടുവരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ജനനി വീടൊക്കെ നോക്കി കാണുന്നുണ്ട്. അതിനിടയിലാണ് തുറന്നു കിടക്കുന്ന ജനാലയിൽ കൂടി മുറ്റത്ത് നിൽക്കുന്ന നിഖിലിനെ അവളെ ശ്രദ്ധിക്കുന്നത്. അവൻ ആരുമായോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കരുണേട്ടാ, എനിക്ക് എങ്ങനെയും ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കി തരണം. 1 മാസം കൊണ്ട് ഞാൻ തിരിച്ചടച്ചോളാം. പെങ്ങളുടെ കല്യാണമാണ്. പറഞ്ഞ ക്യാഷ് ഒത്തില്ല. നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അതിലെ? ഇപ്പം തന്നെ താൻ എനിക്ക് 5 ലക്ഷം രൂപ തരാനുണ്ട്. തൻ്റെ പെങ്ങളുടെ കല്യാണമാണെന്ന് ഓർത്തിട്ടാ ധൃതി കൂട്ടി ഞാനത് തിരിച്ച് വാങ്ങാത്തത്. കരുണേട്ടാ, അങ്ങനെ പറയരുത്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റില്ലെന്ന് പറയരുത്. നിഖിൽ അയാളോട് കെഞ്ചുന്നുണ്ട്. അയാൾ പറ്റില്ലെന്ന് പറഞ്ഞതും അവൻ കോൾ അവസാനിപ്പിച്ചു. വേറെ 2-3 പേരെ വിളിച്ചു ക്യാഷ് അന്വേഷിച്ചു. അവരൊക്കെയും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ജനനിക്ക് എന്തോ വല്ലായ്മ തോന്നി. പണത്തിൻ്റെ പേരിൽ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തിരികെ നിദ്രയും അഭിയും ഉള്ള മുറിയിലേക്ക് വന്നു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞവൾ അഭിയെ പുറത്തേക്ക് വിളിച്ചു. ഇപ്പോൾ വരാമെന്നും പറഞ്ഞ അഭി ജനനിയുടെ കൂടെ പുറത്തേക്ക് നടന്നു. നിഖില് പണത്തിന് ബുദ്ധിമുട്ടുകയാണെന്ന കാര്യം ജനനി അഭിയോട് പറഞ്ഞു. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ താൻ നേരത്തെ കേട്ടതൊക്കെയും അവൾ അഭിയോട് പറഞ്ഞു. ശേഷം ജനനി തൻ്റെ കയ്യിൽ നിന്നും വളകൾ ഊരി അഭിയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് നിഖിലിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അഭി ഒരു നിമിഷം ഞെട്ടി ജനനിയെ നോക്കി നിന്നു. ജനനി, ഇത് സ്വർണം തന്നെ അഭി. പണയം വെച്ചാൽ കുറച്ചെങ്കിലും ക്യാഷ് കിട്ടും. ഇപ്പോൾ അതല്ലേ ആവശ്യം, ജനനി അല്പം ശാന്തമായി പറഞ്ഞു. പക്ഷേ ജനനി, ഇത് നിന്റെ വളകളല്ലേ? വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. പക്ഷെ ആള് ഇങ്ങനെ ഓരോരുത്തരോടും കെഞ്ചി നടക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. എനിക്കെന്തോ സഹിക്കാൻ പറ്റിയില്ല അഭി. അഭി അവളുടെ കയ്യിലിരിക്കുന്ന വളകളിലേക്ക് നോക്കി. ശരി, ഞാൻ കൊടുക്കാം. പക്ഷെ നിഖിലേട്ടന് ഇത് വാങ്ങുമെന്ന് തോന്നുന്നില്ല. ആള് നല്ല വാശിക്കാരനാണ്. വാങ്ങിപ്പിക്കണം. ഞാൻ തന്നതാണെന്ന് പറയണ്ട, നിൻ്റേതാണെന്ന് പറഞ്ഞാൽ മതി. നിത്തുവിൻ്റെ കല്യാണത്തിന് ഒരു കുറവുണ്ടാവരുത്. ജനനിയുടെ കണ്ണുകളിലെ ആ ആത്മാർത്ഥത കണ്ടതും
അവൾ ജനനിയുടെ കൈ പതിയെ പിടിച്ചു. നീ ശരിക്കും നല്ല ആളാ ജനനി, ഞാനിത് കൊടുക്കാം. അത്രയും പറഞ്ഞ അബി നിഖിലിൻ്റെ അരികിലേക്ക് നടന്നു. ആ നേരത്ത് നിഖിൽ ആകെ അസ്വസ്ഥനായിരുന്നു. അബിയെ മുന്നിൽ കണ്ടപ്പോൾ അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ക്യാഷ് റെഡിയായോ നിഖിലേട്ടാ? അബിയുടെ ചോദ്യം കേട്ട് നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന പോലെ നിഖിൽ അബിയെ നോക്കി. ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട, നിഖിലേട്ടൻ കുറച്ചു മുൻപ് സംസാരിക്കുന്നത് മുഴുവനും ഞാൻ കേട്ടിരുന്നു. ഇനി ആരോടും ചോദിക്കാനൊന്നും നിൽക്കണ്ട. ദാ ഇത് കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നിഖിലേട്ടൻ്റെ ആവശ്യം നടക്കട്ടെ. അത്രയും പറഞ്ഞ അബി കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ വളകൾ നിഖിലിന് നേരെ നീട്ടി. ഒരു നിമിഷം നിഖിൽ അവയെ നോക്കി നിന്നു. പിന്നീട് ഞെട്ടലോടെ അബിയുടെ മുഖത്തേക്ക് കണ്ണുയർത്തി നോക്കി. അബി, ഇത് എവിടെന്നാ? അവൻ്റെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ചോദിക്കേണ്ട നിഖിലേട്ടാ, ആവശ്യം നടക്കട്ടെ. പക്ഷെ നിഖിൽ ആ വളകൾ വാങ്ങാതെ പിന്നോട്ട് മാറി. ഇല്ല അബി, എനിക്കിതൊന്നും വേണ്ട. എൻ്റെ പ്രശ്നം ഞാൻ തന്നെ നോക്കും. നോക്കാനായിരുന്നെങ്കിൽ ഇത്രയും നേരം ഓരോരുത്തരോടും വിളിച്ച് ചോദിക്കുമായിരുന്നോ? അബിയുടെ ശബ്ദം ആദ്യമായി അല്പം കടുത്തു. ആ വാക്കുകൾ കേട്ടതും നിഖിൽ തല കുനിച്ചു. നിഖിലേട്ട, ഇത് സഹായം എന്ന് കരുതണ്ട. നിത്തുവിൻ്റെ കല്യാണം മുടങ്ങാതിരിക്കാൻ നമ്മളൊക്കെ കൂടെ നിൽക്കുന്നതായിട്ട് കണ്ടാൽ മതി. നിഖിൽ വീണ്ടും ആ വളകളിലേക്ക് നോക്കി. കൈ നീട്ടാൻ പോലും അവന് മടിയായിരുന്നു. അഭി, ഞാനിതെങ്ങനെയാ തിരിച്ചു നൽകുക? തിരിച്ചു തരാനുള്ള ദിവസം വരുമ്പോൾ തന്നാൽ മതി. ഇപ്പോൾ ആദ്യം കല്യാണം നടത്തും. അവസാനം വിറയുന്ന കൈകളോടെ നിഖിൽ ആ വളകൾ വാങ്ങി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഞാൻ ഇത്രയും ഹെൽപ്ലെസ് ആയിട്ട് നിന്നിട്ടില്ല അബി, അവൻ പതിയെ പറഞ്ഞു. എല്ലാം ശരിയാവും നിഖിലേട്ടാ. അത് പറയുമ്പോൾ അഭിരാമിയുടെ മനസ്സിൽ ജനനിയുടെ മുഖമായിരുന്നു. അവളോട് അഭിരാമിക്ക് അതിയായ ബഹുമാനം തോന്നി. എന്നാൽ ഇവിടെ നിഖിലിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചത് അഭിയായിരുന്നു. വളകൾ കൊടുത്ത് തിരികെ മടങ്ങുമ്പോൾ നിഖിൽ അഭിയുടെ പോക്ക് നോക്കി നിന്നു. അന്ന് വൈകുന്നേരത്തോടെ നിദ്രയുടെ ബന്ധുക്കളൊക്കെയും എത്തിത്തുടങ്ങി. രാത്രിയിൽ മൈലാഞ്ചി കല്യാണത്തിൻ്റെ ആഘോഷവും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു അബിയെയും ജനനിയും നിഖിൽ തന്നെയാണ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ജനനി അന്ന് അബിയുടെ വീട്ടിൽ താമസിച്ചു. ആ യാത്രയിൽ ജനനിയുടെ കണ്ണുകൾ പ്രണയത്തോടെ നിഖിലിനെ തേടിയെത്തിയപ്പോൾ നിഖിലിൻ്റെ കണ്ണുകൾ തേടിയത് അബിയെ ആയിരുന്നു. നാളെയാണ് ഷോൺ നിദ്ര വിവാഹം. വിവാഹത്തിൻ്റെ തലേ ദിവസമായ ഇന്ന് രാത്രിയിൽ നിദ്രയുടെ വീട്ടിൽ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഷോണിൻ്റെ വീട്ടിൽ കാര്യമായ ആഘോഷം ഒന്നുമില്ല. ഇരുമതങ്ങൾ തമ്മിലുള്ള വിവാഹം ആയതുകൊണ്ട് ബന്ധുക്കൾ പോലും അകന്നു നിൽപ്പാണ്. അവരൊക്കെയും മറ്റന്നാൾ നടക്കുന്ന റോണിയുടെ വിവാഹത്തിന് മാത്രമേ എത്തുകയുള്ളൂ. ഷോൺ തൻ്റെ മാതാപിതാക്കളുമായി സംസാരിക്കുകയാണ്. നിദ്രയുടെ കഴുത്തിൽ താൻ ക്ഷേത്രത്തിൽ വെച്ചാണ് താലി ചാർത്തുന്നതെന്ന കാര്യം അവൻ അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അത് കേട്ടതും സാറയ്ക്ക് കലി കയറി. ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാൻ പറ്റില്ലെന്നും താലിക്ക് പകരം മിന്നാണ് നിദ്രയെ അണിയിക്കേണ്ടതെന്നും പറഞ്ഞ സാറ ഒറ്റക്കാലിൽ നിന്നെങ്കിലും ഷോൺ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. ഡാനിയൽ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിപ്പുണ്ട്. പപ്പയല്ലേ ഈ വിവാഹാലോചന കൊണ്ടുവന്നത്? എന്നെ വിവാഹം കഴിക്കുന്നത് കരുതി നിദ്ര എന്തിനാ അവളുടെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും വേണ്ടെന്ന് വെക്കുന്ന? അവളുടെ വിശ്വാസം പിന്തുടർന്നോട്ടെ. നമുക്ക് മിന്ന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് അവൾക്ക് താലിയും സിന്ദൂരവും. ഒരു പങ്കാളി എന്ന നിലയിൽ അവൾ ആഗ്രഹിക്കുന്ന സന്തോഷം അവൾക്ക് നൽകുന്നതിൽ തെറ്റൊന്നുമില്ല പപ്പ. സ്നേഹിക്കുന്ന ആളെ അവളായി തന്നെ സ്വീകരിക്കാനാണ് ഞാൻ പഠിച്ചത്, മറിച്ച് എൻ്റെ രീതിയിലാക്കാനല്ല. പിന്നെ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം അതെനിക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം ഞാൻ ആരുടെയും വിശ്വാസത്തെ ചെറുതാക്കുന്നില്ല, പകരം സ്നേഹത്തെയാണ് വലുതാക്കുന്നത്. പുടവ കൊടുക്കൽ എന്നൊരു ചടങ്ങ് കൂടിയുണ്ടല്ലോ, അത് അവളുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കുകയാണ് വേണ്ടത്. അവരുടെ ആചാരപ്രകാരം വരൻ്റെ സഹോദരിയാണ് അത് കൈമാറേണ്ടത്. അന്നേരം പപ്പയുടെയും അമ്മയുടെയും സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഷോൺ തൻ്റെ അഭിപ്രായം തൻ്റെ പപ്പയോട് തുറന്നു പറഞ്ഞു. ഷോൺ അത്രയും പറഞ്ഞ് നിശബ്ദമായി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഡാനിയൽ ഒരു നിമിഷം ഒന്നും പറയാതെ നിന്നു. പിന്നെ പതിയെ സോഫയിലേക്ക് ചാരിയിരുന്നു. ഷോൺ, നീ ഈ കാര്യങ്ങളൊക്കെയും ഇത്ര ഗൗരവമായി ചിന്തിച്ചിരുന്നോ? അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അതിശയവും അഭിമാനവും കലർന്നിരുന്നു. അത് ശരി, അപ്പോൾ അതുകൂടി ഉണ്ടോ? ഷോൺ, മന്ത്രകോടി എന്ന് പറയുന്നത് എന്താണെന്നും അത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നും നിനക്കറിയില്ലേ?
സാറ ഈർഷ്യയോടെ പറഞ്ഞു. മമ്മി, വിവാഹം രണ്ട് ആളുകൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ലല്ലോ, രണ്ട് കുടുംബങ്ങളും രണ്ട് വിശ്വാസങ്ങളും രണ്ട് ജീവിത രീതികളും തമ്മിൽ ഒരുമിക്കുന്ന നിമിഷമാണ്. അവൾക്ക് വിലപ്പെട്ടതിനെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോഴല്ലേ അവൾക്ക് ഈ വീട്ടിൽ സ്വസ്ഥത തോന്നും. അവൻ്റെ വാക്കുകൾ കേട്ട് ഇതുവരെ മിണ്ടാതിരുന്ന പപ്പയുടെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി തെളിഞ്ഞു. എനിക്ക് എൻ്റെ മോൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം മെല്ലെ പറഞ്ഞു. വിശ്വാസം ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. അവൾ അവളുടെ വിശ്വാസത്തിൽ സന്തോഷമായി നിൽക്കട്ടെ, നീ നിന്റെ വിശ്വാസത്തിലും. ഷോൺ ആശ്വാസത്തോടെ തൻ്റെ പപ്പയെ നോക്കി. പക്ഷെ സാറ ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ എങ്ങോട്ടുമില്ലെന്ന് പറഞ്ഞ സാറ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. റബേക്കയോട് സാറ പോവേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡാനിയലിനെ പേടിച്ച് അവൾ നിദ്രയുടെ വീട്ടിലേക്ക് പോവാൻ തയ്യാറായി. അന്ന് രാത്രിയിലാണ് ഷോണും ഡാനിയലും റബേക്കയും അവളുടെ മകളായ ടിയയും നിദ്രയുടെ വീട്ടിലേക്ക് തിരിച്ചത്. 2 ദിവസമായി നിദ്രയെ ഫോണിൽ വിളിക്കുന്നു, പക്ഷേ അവൾ കോൾ എടുത്തില്ലായിരുന്നു. അവളുടെ ദേഷ്യത്തിന് പിന്നിൽ എന്താണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത് തീർക്കാൻ കൂടിയാണ് ഈ യാത്ര. ഷോണിനെയും വീട്ടുകാരെയും നിദ്രയുടെ വീട്ടുകാർ സ്വീകരിച്ചു അകത്തിരുത്തി. ഷോണും ഡാനിയലും റബേക്കയും അവരുടെ ക്ഷണം സ്നേഹത്തോടെ സ്വീകരിച്ചു. ക്രിസ്ത്യൻ ആണെങ്കിൽ എന്താ, ചെക്കന് എന്തൊരു ലുക്കാ, ഇയാൾക്ക് അനിയനുണ്ടോ എന്തോ, കൂട്ടം കൂടി നിന്ന് നിദ്രയുടെ കസിൻസുമാർ പറയുന്നുണ്ട്. ഏയ് ഇല്ലടി, ഇനി ആൾക്ക് അനിയനൊന്നുമില്ലെന്ന് അറിയാൻ പറ്റിയേ, ഉള്ളത് ഒരെണ്ണത്തിന് മറ്റന്നാളെ കല്യാണം, കൂട്ടത്തിലൊരു പെണ്ണ് പറഞ്ഞു. മാധവി അവർക്ക് കുടിക്കാനുള്ളതുമായി വന്നു. ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ഷോണിൻ്റെ കണ്ണുകൾ വീടിനുള്ളിൽ നിദ്രയെ തേടുകയായിരുന്നു. ഞാൻ നിത്തുവിനെ വിളിക്കാം, നിദ്രയുടെ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട ആൻറ്റി, ഞാൻ ചെന്ന് കണ്ടോളാം, ഷോൺ പതുക്കെ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിലെ ആകാംക്ഷ റബേക്ക പോലും ശ്രദ്ധിച്ചു. മുകളിലെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഷോൺ പതിയെ അവിടേക്ക് നടന്നു. മുറിക്കുള്ളിൽ ജനാലക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിദ്ര. ഡസ്റ്റി റോസ് പിങ്ക് നിറത്തിലുള്ള ഡിസൈനർ ലഹങ്കയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ആ ഡ്രസ്സിൽ അവൾ അതിസുന്ദരിയായി തോന്നി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. മുന്നിൽ ഷോണിനെ കണ്ട നിമിഷം അവളുടെ മുഖം ഒന്ന് ചുളുങ്ങി. എന്തിനാ ഇപ്പോൾ വന്നേ? നിദ്രയുടെ ശബ്ദത്തിൽ ഇപ്പോഴും പിണക്കത്തിൻ്റെ ധ്വനിയുണ്ടായിരുന്നു. ഷോൺ കുറച്ച് നിമിഷം അവളെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ വിഷമമാണെന്ന് അവന് മനസ്സിലായി. നീ ഫോൺ എടുക്കാതിരുന്നതുകൊണ്ട്, അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. നേരിട്ട് വന്ന് പിണക്കം തീർക്കാമെന്ന് വിചാരിച്ചു. അതത്ര എളുപ്പമാണോ? നിദ്ര കൈകൾ കെട്ടി അവനെ നോക്കി. എളുപ്പമല്ല. അതും പറഞ്ഞ് ഷോൺ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ നിന്നോട് സംസാരിക്കാതിരിക്കുന്നതേ അതിലും ബുദ്ധിമുട്ടാണ്. അവൻ്റെ വാക്കുകൾ കേട്ടിട്ടും നിദ്ര മുഖം തിരിച്ചു നിന്നു. പക്ഷെ ആ കണ്ണുകളിൽ ഒരു നിമിഷം തിളക്കം പടർന്നു. അവൻ ഡോർ പതിയെ അടച്ചു കുറ്റിയിട്ടു. മുറിയിലാകെ ഒരു നിശബ്ദത പടർന്നു. ചെറുചിരിയോടെ അവളുടെ അരികിൽ വന്നെത്തിയ അവൻ പതുക്കെ അവളുടെ പിന്നിൽ വന്ന് നിന്നു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം തെളിഞ്ഞിരുന്നു. അവൾ ധരിച്ചിരിക്കുന്ന ലഹങ്കയുടെ ഇടവഴിയിലൂടെ തെളിഞ്ഞു നിന്ന അരക്കെട്ടിലേക്ക് അവൻ്റെ നോട്ടം പതിഞ്ഞു. ഒരു നിമിഷം അവനൊന്നും പറയാതെ അവളെ നോക്കി നിന്നു. പിന്നീട് അവൻ്റെ വിരലുകൾ പതിയെ അവളുടെ വയറിനെ സ്പർശിച്ചതും അവളൊന്ന് ഞെട്ടി. ശ്വാസം ചെറുതായി വിറച്ചു. അവൾ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവൻ അവളെ സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്തു. അവൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവളുടെ കാതോരത്ത് അവൻ്റെ ശ്വാസം തട്ടി. എൻ്റെ പെണ്ണ് ഇത്ര സുന്ദരിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ അകലെയിരിക്കും? അവൻ പതുക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ ചുണ്ടുകളിൽ അറിയാതൊരു പുഞ്ചിരി മുട്ടിട്ടു. അവളുടെ നാണച്ചിരി കണ്ണാടിയിലും തെളിഞ്ഞു നിന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടുകളിലും മൃദുവായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. നോക്കാതിരിക്കാനാവുന്നില്ല, അവൻ മറുപടി പറഞ്ഞു. അവൻ്റെ കൈകൾ ഇപ്പോഴും അവളുടെ അരക്കെട്ടിൽ സ്നേഹത്തോടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചായുമ്പോൾ അവളുടെ കാതിലെ കമ്മൽ ചെറുതായി കുലുങ്ങി. ഞാൻ പിണക്കാം. അന്ന് ഞാൻ വിളിച്ചപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? അന്നേരം ഫോൺ സ്പീക്കർ മോഡിലായിരുന്നു. എന്നെ ഇഡിയറ്റെന്ന് വിളിച്ചതേ എൻ്റെ ഫ്രണ്ട്സൊക്കെ കേട്ടില്ലേ? ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടും. അവരൊക്കെ പറയാ ഡോക്ടർക്ക് എന്നോട് ഒരിഷ്ടമില്ലെന്ന്. അവൾ പരിഭവിച്ചു. അവൻ അവളുടെ ചെവിക്കരികിലേക്ക് മുഖം ചിരിച്ച് പതിയെ ചിരിച്ചു. അവളുടെ മുടിയിഴകൾ അവൻ്റെ കവിളിൽ തഴകിയപ്പോൾ
അവനൊന്ന് കണ്ണടച്ചു. സോറി പെണ്ണെ, അവൻ മൃദുവായി ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഞാൻ അറിയാതെ വിഷമിപ്പിച്ചു അല്ലേ? അവൻ്റെ കുഞ്ഞെന്ന പ്രയോഗത്തിൽ അവളുടെ കണ്ണുകളൊന്ന് മൃദുവായി. പക്ഷെ പിണക്കം പൂർണ്ണമായും മാറിയിട്ടില്ലെന്ന പോലെ അവൾ ചോദിച്ചു, ഇനിയും എന്നെ ഇടിയേറ്റ് ഒന്ന് വിളിക്കോ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടിയിൽ വിരൽ തട്ടി. വിളിക്കും. അവൾ ഉടനെ കണ്ണ് വലുതാക്കി അവനെ നോക്കി. പക്ഷേ അവൻ അതും പറഞ്ഞ് കുറച്ചുകൂടി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അത് എൻ്റെ ഇടിയേറ്റാണെന്ന അവകാശത്തിൽ മാത്രം. അവളുടെ ചുണ്ടുകളിൽ ഒളിഞ്ഞിരുന്ന പുഞ്ചിരി ഇനി മറഞ്ഞില്ല. അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായി അടിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടന്നു. അവൻ്റെ ആ നോട്ട് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ മുഖം ചുവന്നു. അവളുടെ മുഖത്തെ ആ നാണം അവൻ നോക്കി നിന്നു. അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ അണിവയറിനെ തഴുകിയത് അവളുടെ ശ്വാസമൊന്ന് പിടച്ചു. അത് കാണവേ അവൻ്റെ മുഖത്ത് കുസൃതി ചിരി വിരിഞ്ഞു. ശരീരമാകെ ഒരു വിറയൽ പടർന്ന പോലെ അവൾക്ക് തോന്നി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ വിറയൽ പോലും അവൻ വ്യക്തമായി കണ്ടു. അവൻ്റെ വിരലുകളുടെ സ്പർശം അവളുടെ അണിവയറിലൂടെ പതിയെ നീങ്ങുമ്പോൾ അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഇത്രയും നാണമോ? അവൻ അവളുടെ കാതരയിൽ ചിരിയോടെ ചൊല്ലി. ആ ശബ്ദം മാത്രം മതി എന്ന പോലെ അവളുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിച്ചു. അവൾ മറുപടി പറയാതെ അവൻ്റെ ഷർട്ടിൽ വിരലുകൾ മുറുക്കി പിടിച്ചു. ഒരു നിമിഷം അവൻ അവളുടെ മുഖം പതിയെ ഉയർത്തി. നാണത്തിൽ ചുവന്നിരുന്ന അവളുടെ കണ്ണുകൾ അവനെ നോക്കാൻ പോലും മടിച്ചു. എന്നെ നോക്കില്ലേ? അവൻ്റെ ശബ്ദം വീണ്ടും മൃദുവായി അവളിലേക്ക് ഒഴുകി. അവൾ പതിയെ കണ്ണുകൾ ഉയർത്തി. ആ നോട്ടങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച നിമിഷം അവളുടെ അധരങ്ങളിൽ അറിയാതെ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ അധരങ്ങളിലായിരുന്നു. ഇതെനിക്ക് കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്. അവളുടെ ചുണ്ടുകൾ പതിയെ ഒന്ന് തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. കടിക്കട്ടെ ഞാൻ? അവളുടെ കാതോരത്ത് ശ്വാസം തട്ടി നിൽക്കുന്ന അകലത്തിൽ അവൻ സ്വകാര്യം പോലെ ചോദിച്ചു. വേണ്ട, അവൾ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. കടിച്ചെടുത്തേന് ഞാൻ. പക്ഷേ നാളത്തെ നമ്മുടെ ആദ്യ രാത്രിയിലെ ഭംഗി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അത്രയും പറഞ്ഞതും അവളുടെ കണ്ണുകൾ നാണത്തിൽ താഴ്ന്നു. കവിളുകൾ പതിയെ ചുവന്ന് തുടുത്തു. അവൻ്റെ നെഞ്ചിൽ വിരലുകൾ മുറുകെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ തൻ്റെ മുഖം മറയ്ക്കാൻ ശ്രമിച്ചു. ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടതും ഇരുവരും ഒരുപോലെ ഞെട്ടി അകന്ന് മാറി. നിദ്രയുടെ കവിളുകൾ നാണത്തിൽ വീണ്ടും ചുവന്നു. അവളുടെ അലഞ്ഞുപോയ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി കൊടുത്തുകൊണ്ട് അവൻ പതിയെ അവളുടെ ഡ്രസ്സ് നേരെയാക്കി. ലഹങ്കയുടെ പാവാട അരയിൽ നിന്ന് ഒന്ന് പൊക്കി വെച്ച ശേഷം ചെറുചിരിയോടെ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. ഇതാണിപ്പോൾ ട്രെൻഡ് എന്നറിയാം, അവൻ പതുക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കൊച്ച് അത്രയ്ക്കങ്ങ് ട്രെൻഡ് ആവണ്ട. ഇതൊക്കെ എനിക്ക് മാത്രം കാണാനുള്ളതാ. അത് പറഞ്ഞുകൊണ്ട് അവൻ ഒന്ന് കണ്ണിറക്കിയതും നിദ്രയുടെ ശ്വാസം ഒന്ന് വിലങ്ങി. ഡോറിൽ തട്ടുന്ന ശബ്ദം വീണ്ടും ഉയർന്നപ്പോൾ ഷോൺ പതിയെ ചെന്ന് വാതിൽ തുറന്നു. പുറത്തു നിന്നത് അബിയായിരുന്നു. നിങ്ങളെ താഴെ അന്വേഷിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തെ പതിവ് ഗൗരവം കണ്ടതുകൊണ്ട് അബി കുറച്ച് സൂക്ഷിച്ചാണ് പറഞ്ഞത്. അപ്പോഴേക്കും നിദ്രയും അങ്ങോട്ട് എത്തിയിരുന്നു. ഞാൻ താഴെ കാണും. നിദ്രയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഷോൺ മുന്നോട്ട് നടന്നു. അവൻ നടന്നകലുന്നത് നോക്കി നിന്ന അബി പതിയെ നിദ്രയിലേക്ക് തിരിഞ്ഞു. എടി, ഈ സാധനം കടിക്കോ? ഷോണിൻ്റെ അന്നേരത്തെ നോട്ടവും ഭാവവും ഓർത്ത് അവൾ അറിയാതെ ചോദിച്ചു. നിദ്ര ചിരി അടക്കാൻ പാടുപെട്ടു. രണ്ടും കൂടി അകത്ത് എന്തായിരുന്നു പരിപാടി? അബി കള്ളച്ചിരിയോടെ അടുത്തേക്ക് വന്നു. എത്ര ഉമ്മ കിട്ടി? എവിടെയാ? അതിൻ്റെ ശേഷിപ്പുകൾ ഒന്നും കാണുന്നില്ലല്ലോ. അവൾ അവളുടെ മുഖവും കഴുത്തും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം നിദ്രയുടെ കണ്ണുകളിൽ കുസൃതി മിന്നി. അവൾ പതിയെ അബിയുടെ അടുത്തേക്ക് ചെരിഞ്ഞു. ഉമ്മ തന്നതേ അങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്നും അല്ലെങ്കിലോ? അത് കേട്ടതും അബി വാ പൊളിച്ച് അവളെ നോക്കി നിന്നു.